വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ സാധാരണ വീട്ടിൽ നിൽക്കുന്ന കുഴപ്പമില്ല എന്നിട്ടാ വീഡിയോ എടുക്കണം. മോളിതാ ഉറങ്ങുകയാണ്. എല്ലാവർക്കും കിടന്ന് മോള് ഉറങ്ങുന്നുണ്ട്. മോൾ ഉറങ്ങിയിട്ട് വീഡിയോ എടുത്തതാണ്. അവിടെ എനിക്ക് കഴിഞ്ഞാൽ വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ തമ്പനേൻ്റെ കണ്ടപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുമ്പോൾ പ്രഗ്നൻസി അല്ല, ഡെലിവറി ടൈമിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എന്തൊക്കെ കൊണ്ടുപോകണം, അവിടെ എങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് 5 മാസമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് 9 മാസം 8 മാസമൊക്കെ ആകുമ്പോൾ ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്യും യൂട്യൂബിൽ, ഇങ്ങനെ ആരെങ്കിലും എന്തൊക്കെ കൊണ്ടുപോകേണ്ടത്, അവിടെ എങ്ങനെയാണ് എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ സെർച്ച് ചെയ്യുമായിരുന്നു. പക്ഷേ എനിക്കൊന്നും ഒരു 2 ഇയേഴ്സ് മുന്നുള്ള വീഡിയോ, 1 ഇയർ മുന്നുള്ള വീഡിയോ അങ്ങനെയൊക്കെയായിരുന്നു ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഞാനിങ്ങനെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ കുറേ പേർക്ക് ഹെൽപ്ഫുൾ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ ഇടുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മളങ്ങനെ പറഞ്ഞാലും എല്ലാവരും സ്കിപ്പ് ചെയ്ത് തന്നെ കാണണ്ടാവുള്ളൂ. അപ്പോൾ എനിക്കിന്ന് പറയാനുള്ളത്, ഞാൻ 7 മാസം വരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 7 മാസം വരെ ഇവിടെ ഏട്ടൻ്റെ വീടിൻ്റെ അവിടെ മോഡേൺ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലാണ് ഞാൻ കാണിക്കേണ്ടിയിരുന്നത്. കൂറ്റനാട് മോഡേൺ. അവിടെ രമ എന്ന് പറഞ്ഞ ഡോക്ടറാണ് ഞാൻ കാണിക്കുന്നത്. എനിക്ക് വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഛർദിയോ ഒരു ബുദ്ധിമുട്ടും എനിക്കുണ്ടായിരുന്നില്ല. അപ്പോൾ 7 മാസം വരെ ഇവിടെ കാണിച്ചു. 8ാമത്തെ മാസമായപ്പോൾ സാധാരണ 7 മാസം ആയി കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലേക്ക് കൂട്ടി കൊണ്ടുപോയില്ല. അങ്ങനെ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. 8ാം മാസം മുതലായിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ കാണിക്കാൻ തുടങ്ങി. വീടിൻ്റെ അവിടെ ഒരു ഡോക്ടറെ, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ രമ്യ എന്ന് പറഞ്ഞ ഡോക്ടറിനെയാണ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ഓട്ടുപാറ ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് എൻ്റെ ഡെലിവറി ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടുത്തെ ആ ഡോക്ടറിനെയാണ് ഞാൻ കാണിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഡോക്ടർ നല്ല കമ്പനിയായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 8ാമത്തെ മാസം ഡോക്ടറിനെ കണ്ടു. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറുതായിട്ട് ഉണ്ണിക്ക് വെയിറ്റ് കുറവുള്ള പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ നല്ല ഭക്ഷണങ്ങൾ കഴിക്കാൻ പറഞ്ഞു. വെച്ച് കഴിഞ്ഞാൽ പയർ വർഗ്ഗങ്ങൾ, കടല, ചെറുപയറുകളൊക്കെ നന്നായി കഴിക്കാൻ പറഞ്ഞു. വെള്ളം കുടിക്കാൻ പറഞ്ഞു. അങ്ങനെ 7 മാസം 8 മാസം കഴിഞ്ഞു. 9ാം മാസമായി. 9ാം മാസം ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ സ്കാനിങ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഭക്ഷണം കഴിക്കുന്നുണ്ട്, എന്നാലും ഉണ്ണിക്ക് ചെറിയ വെയിറ്റ് കുറവുള്ള പോലെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഡോക്ടർ സ്കാൻ ചെയ്ത് തന്നു. ഹോസ്പിറ്റലിൽ നേരെ ഓപ്പോസിറ്റുള്ള അമ്പാടി എന്ന് പറഞ്ഞാൽ സ്കാനിങ് സെൻറ്ററിലാണ് സ്കാൻ ചെയ്യാൻ ഡോക്ടർ ചെയ്ത് തന്നതാണ് അവിടെ. അപ്പം അങ്ങനെ അവിടെ പോയി സ്കാൻ ചെയ്തു. കുഴപ്പമൊന്നുമില്ല, ഇത്തിരി വെയിറ്റ് കുറവുണ്ട് അങ്ങനെ പറഞ്ഞു ഡോക്ടർ. അപ്പോൾ അത് ചോദിച്ചപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല പറഞ്ഞു അവിടെ സ്കാൻ ചെയ്യാനുള്ള സാറ്. അപ്പോൾ അങ്ങനെ സ്കാനിങ് കഴിഞ്ഞു. പിന്നെ റിസൾട്ട് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ നന്നായി ഭക്ഷണം കഴിക്കാനും ചെറുപയർ ഇതൊക്കെ കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ 9ാം മാസം ഒക്കെ ആയി. എനിക്ക് ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഫെബ്രുവരി 15-ാം തീയതി ആയിരുന്നു ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഇടയിൽ ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് PV ചെയ്യാൻ പറഞ്ഞു. ഞാൻ 9ാം മാസം ആയപ്പോൾ തന്നെ ഡോക്ടറെ കണ്ടു. പിറ്റത്താഴ്ച ഡോക്ടർ പറഞ്ഞു PV ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വരാൻ പറഞ്ഞു. ഡേറ്റ് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. അപ്പോൾ അങ്ങനെ PV ചെയ്യാൻ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. PV ചെയ്തു. പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഈ PV ചെയ്യാൻ പോകുന്ന സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞ സമയത്ത് എനിക്ക് എന്താണെന്നൊന്നും അറിയണ്ടായിരുന്നില്ല. ഞാൻ ചേച്ചിമാരുടെ അടുത്തൊക്കെ ചോദിച്ചപ്പോൾ അയ്യോ നല്ല വേദനയാണ്, നല്ല ബുദ്ധിമുട്ടാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് കുറേ പറഞ്ഞു. അതുപോലെ തന്നെ ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തു PV എന്താണ്, അതെങ്ങനെയാണ്, വേദന എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വേദന എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ സെർച്ച് ചെയ്ത് നോക്കി, വേദന എടുക്കുമോ ഇല്ലേ, പേടി, ടെൻഷനായി. അപ്പം അങ്ങനെ നോക്കിയപ്പോൾ എന്താ പറയുക, ഇതൊക്കെ പറഞ്ഞില്ല. നമ്മൾ ശ്വാസം വലിച്ച് നമ്മൾ നോർമലായി ഇരുന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പെയിനും തോന്നില്ല. നമ്മൾ ബലം പിടിക്കും തോറും നമുക്ക് വേദന കൂടും. അതാണ് ചിലവർ നമ്മളെ പേടിക്കണം, അയ്യോ അവർക്ക് നല്ല വേദനയായിരുന്നു എന്ന് പറഞ്ഞതിന് കാരണം
അതാണ് എനിക്ക് പി വി ചെയ്തപ്പോൾ നോർമലായിരുന്നു, ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. എന്നിട്ട് അങ്ങനെ ഞങ്ങൾ പി വി ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എന്നാ പോകണമെന്നറിയും, പി വി ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോൾ ഡോക്ടർ 12-ാം തീയതി അഡ്മിറ്റ് ആവാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 2 ആഴ്ചത്തെ ഗ്യാപ്പാണ് ഉണ്ടായിരുന്നു തോന്നുന്നു. അന്ന് പി വി ചെയ്യാൻ പോയതിൻ്റെ അവിടെ നിന്ന് 12-ാം തീയതിക്ക് 2 ആഴ്ചത്തെ ഗ്യാപ്പായിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ ഒരു 12, 11, 10, 9, 8-ാം തീയതി ആയിട്ട് ചെറിയൊരു പെയിൻ വരുന്ന പോലെ തോന്നി എനിക്ക്. അന്ന് ടെസ്റ്റ് ചെയ്തിട്ട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, നോർമലായിരുന്നു, ഒരു പ്രശ്നമില്ല പറഞ്ഞു. അങ്ങനെ വെയിറ്റ് കുറവിൻ്റെ പ്രശ്നം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർ, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. അങ്ങനെ 8-ാം തീയതി ആയപ്പോൾ എന്താ പറയുക, ചെറുതായിട്ട് ഇങ്ങനെ വേദന ഉണ്ടോ ചോദിച്ചില്ല, അങ്ങനെ ഒരു ഇതുപോലെ തോന്നി. പിന്നെ മറ്റേ പെൺകുട്ടികൾക്ക് വെള്ള പോവാന്നൊക്കെ പറയുന്നത് അതുപോലെ നിറയെ പോകാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ടെൻഷനായി. അപ്പോൾ ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തു. അപ്പോൾ പറഞ്ഞു അങ്ങനെ ഇത് മൂഡ് സ്വിങ്സ് അങ്ങനത്തെ ഒരു പേരൊക്കെ ഓർമ്മയില്ല, ഒരു ഫ്ലൂയിഡൊക്കെ പോയിക്കഴിഞ്ഞാൽ വേഗം ഡെലിവറി നടക്കുന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ കണ്ടു. അപ്പോൾ ടെൻഷനായി എൻ്റെ പൊന്നു. എന്നിട്ട് അങ്ങനെ ഞാനും അമ്മയും കൂടി ഡോക്ടർക്ക് പോയി. അപ്പോഴേക്കും പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഹോസ്പിറ്റലിൽ പോകാനുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതെന്തൊക്കെയാണ് ഞാൻ കൊണ്ടുപോയത്, അവിടെ എന്തൊക്കെയാണ് ആവശ്യമുള്ളതെന്നുള്ളത് ഞാനൊരു വീഡിയോ ആയിട്ട് വേറെ ചെയ്യാം കേട്ടോ. ഇത് ഞാൻ കൂടി ഇങ്ങനെ വീട്ടിൽ പറയുന്നില്ല, അല്ലെങ്കിൽ വേണ്ട, ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ പറയാം, പാർട്ടായിട്ട് ഇടാം. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോഴൊരു ബുദ്ധിമുട്ടില്ല, കുഴപ്പമില്ലല്ലോ. ഡെലിവറി ബാഗായിട്ട് ഞാൻ ശരിക്കും അവിടെ ആവശ്യമുള്ളത് എന്തൊക്കെയാണെന്നറിയും, വെള്ള ഷർട്ടും മുണ്ടും. നമ്മൾ ലേബർ റൂമിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ വെള്ള ഷർട്ടും മുണ്ടും മാത്രമാണ് അതിൻ്റെ ഉള്ളിൽ കയറുള്ളൂ. അതിന് കാരണം പറഞ്ഞ് ഇൻഫെക്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തുനിന്നുള്ള കാര്യങ്ങൾ പല ഡ്രസ്സാകുമ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതല്ലേ, ഇതാകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ മാത്രം ഉള്ളതല്ലേ, എന്ന് വെച്ചാൽ വെള്ളം അതിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ മാത്രം ഇടാനുള്ളതല്ലേ എന്ന് വെച്ചിട്ടാണ് വെള്ളം അവർ പറയണത്. വെള്ള ഡ്രസ്സ് വേണം എന്നുള്ളത്. വെള്ള ഡ്രസ്സ് ഒരു 2 ജോഡി ഡ്രസ്സ് കൈ പിടിക്കുക. പിന്നെ ഉണ്ണിക്ക് മുണ്ടുകൾ, വെള്ള മുണ്ടുകൾ കരുതുക. പിന്നെ ബ്രഷ്, പേസ്റ്റ്, ടൺ ക്ലീനർ, ചായ കുടിക്കാനുള്ള പാത്രം, അങ്ങനത്തെ പാത്രങ്ങൾ. മോൾക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊന്നും ഞാൻ ആ സമയത്ത് മേടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എനിക്കുള്ള സാധനങ്ങൾ ഞാൻ ചുരിദാറൊക്കെ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചുരിദാർ, പുതിയ മാക്സിയൊക്കെ എടുത്തിട്ട് കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും അവിടെ ഇടാൻ സമ്മതിച്ചില്ല. ഡിസ്ചാർജ് ആയി പോരണ വരെ വെള്ള ഡ്രസ്സ് മാത്രമാണ് പറ്റുള്ളൂ. അപ്പം ഞാനതൊക്കെ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ വെള്ള ഡ്രസ്സ്, സാധനങ്ങൾ, തുണി, എനിക്ക് വേണ്ട തുണികൾ, തോർത്ത്, ബ്രഷ്, പേസ്റ്റ്, സാധാരണ നമ്മൾ യൂസ് ചെയ്യാൻ ആശുപത്രി പോകുമ്പോൾ എന്തൊക്കെയാ. പിന്നെ ഒരു കാര്യം ഞാൻ അത്രയും ഇതായിട്ട് പറയുകയാണെങ്കിൽ അവിടുത്തെ ഹോസ്പിറ്റലിൽ പറഞ്ഞ പക്ക, അത്രയും പക്കയായിരുന്നു, നല്ല ക്ലീനിങ് ആയിരുന്നു, നല്ല വൃത്തിയായിരുന്നു. ബെഡ്ഷീറ്റ് ഓരോ ദിവസവും ഓരോ കളറായിരുന്നു, അത്രയും നല്ലതായിരുന്നു, ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഞങ്ങൾ വാർഡാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു കച്ചറാന്ന് പറയുന്നതേ ഇല്ല. ഫുഡ് കഴിച്ചതിൻ്റെ വേസ്റ്റ് അവർ കൊണ്ടുപോകും, രാവിലെ വരും, ഉച്ചയ്ക്ക് വരും, പിന്നെ രാത്രി വരും, അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. ഉച്ചയ്ക്ക് വരില്ലേ തോന്നുന്നു, 2 നേരം എന്തായാലും വന്ന് അവർ ക്ലീൻ ചെയ്യണ്ടായിരുന്നു, അടിച്ചൊരു തുടയ്ക്കുക. ബാത്റൂമൊന്നും നല്ല വൃത്തിയായിരുന്നു, ഒരു മോശം എന്ന് പറയാൻ ആ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നില്ല. അത് കാരണം ഞങ്ങൾ വാർഡിൽ തന്നെയാണ് നിന്നത്. പിന്നെ റൂമുണ്ടായിരുന്നു. റൂം എടുത്ത് കഴിഞ്ഞാൽ എന്താ JSK കാർഡിൻ്റെ ആനുകൂല്യങ്ങളൊന്നും കിട്ടില്ല എന്നുള്ളൊരു ഇതുണ്ടാകും. കാരണം അങ്ങനെ എന്തോ ഉണ്ട് തോന്നുന്നു, അങ്ങനെ എന്തോ ആ സമയത്ത് പറയുന്നത് കേട്ടോ. കാരണം ഞങ്ങൾ റൂം എടുത്തില്ല, ഞങ്ങൾ വാർഡിൽ തന്നെയായിരുന്നു. അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇത്ര സാധനങ്ങളാട്ടോ വേണ്ടുള്ളൂ, അത് കാരണം എന്താണ്. അപ്പോൾ ബെഡ്ഷീറ്റ് ഒന്നും വേണ്ട, പുതപ്പ് വേണമെങ്കിൽ കൈ പിടിച്ചോളൂ. എല്ലാം ബാക്കി ബെഡ്ഷീറ്റ് ഒക്കെ ഓരോ ക്ലീൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളേത് ഹോസ്പിറ്റലിലാണ് പോകണമെന്ന് എനിക്കറിയില്ലല്ലോ. അങ്ങനെ എന്നിട്ട് എന്താ വെച്ചാൽ നിങ്ങൾ ഓരോ സ്ഥലത്തുള്ളവർ ഓരോ ഹോസ്പിറ്റലാവില്ലേ, അപ്പോൾ ബെഡ്ഷീറ്റ് കൈ പിടിച്ചോളൂ. എന്നാലും എനിക്ക് കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ പുറയ്ക്കുകയാണ് ചെയ്തത്, കാരണം അത്രയും ക്ലീനായിരുന്നു. പിന്നെ അങ്ങനെ അത്ര സാധനങ്ങൾ PV ചെയ്യാൻ വന്നു. പിന്നെ 8-ാം തീയതി ഞാൻ അഡ്മിറ്റായി. 8-ാം തീയതി തോന്നിയപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോയി. ഡോക്ടർ പറഞ്ഞു 8, 9, 10, 11, 12 5 ദിവസം കൂടി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തായാലും 12-ാം തീയതിയാണ് മരുന്ന് വയ്ക്കുള്ളൂ. എൻ്റെ ഇടയിൽ വല്ല ബുദ്ധിമുട്ട് വന്നാലോ വിചാരിച്ചിട്ട് പറഞ്ഞു അഡ്മിറ്റ് ആയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അഡ്മിറ്റായി.
ഗുളികയൊന്നും കഴിക്കണ്ടായിരുന്നില്ല. സാധാ മറ്റേ സാധനം ഫോളിക് ആസിഡോ വിറ്റമിൻ D3 ഗുളിക അങ്ങനെ എന്തൊക്കെ കഴിക്കണ്ടായിരുന്നു. ആ രണ്ടെണ്ണമുള്ളൂ, വേറെ ഗുളികയൊന്നുമില്ല. അവിടുന്ന് ശനിയാഴ്ച ഞാൻ അഡ്മിറ്റ് അവിടെ വ്യാഴാഴ്ച തോന്നുന്നു. അങ്ങനെ ശനിയാഴ്ചത്തെ എനിക്ക് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ ഒരു ഉണ്ണിയുടെ ഹാർട്ട് ബീറ്റ് നോക്കാൻ വേണ്ടിയിട്ട് വിളിക്കും. അങ്ങനെ ഞാൻ ചെറുതായിട്ട് അഡ്മിറ്റ് ആയപ്പോൾ മുതൽ ഉണ്ണിയുടെ ഹാർട്ട് ബീറ്റ് കേൾക്കുമ്പോൾ എന്താ പറയുക, ചെറിയൊരു വേരിയേഷൻ ഇല്ല, എന്നാലും ചെറുതായിട്ട് ഇങ്ങനെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. കുഴപ്പമില്ല, 2 ദിവസം കുഴപ്പമുണ്ടായിരുന്നില്ല. വ്യാഴം വെള്ളി ഞാൻ വ്യാഴാഴ്ചയാണ് അഡ്മിറ്റ് ചെയ്തത്. വ്യാഴം വെള്ളി ദിവസം കുഴപ്പമുണ്ടായിരുന്നത്. ശനിയാഴ്ച രാവിലെ ഇത് ചെയ്യാൻ പറഞ്ഞപ്പോൾ അങ്ങനെ ഹാർട്ട് ബീറ്റ് നോക്കാൻ വേണ്ടി പോയി. ഹാർട്ട് ബീറ്റ് നോക്കാൻ വേണ്ടി പോയപ്പോൾ ഉണ്ണിയുടെ ഹാർട്ട് ബീറ്റ് ഉണ്ണി അനങ്ങുന്നില്ല. ഉണ്ണി അനങ്ങാണ്ട് ആകെ ഇതായി. എന്നിട്ട് ഉണ്ണി അനങ്ങാത്തപ്പോഴായി. അപ്പോഴേക്കും ഡോക്ടർ എന്നെ കാണിക്കണ്ടായിരുന്ന ഡോക്ടർ അന്ന് ലീവായിരുന്നു. എന്നിട്ട് വേറൊരു ഡോക്ടർ ഉണ്ടായിരുന്നു, സുസ്മിത അങ്ങനെ എന്നിട്ട് പേര് തോന്നുന്നു. ആ ഡോക്ടർ വന്നു, ട്രിപ്പ് ഇട്ടു. അപ്പോഴേക്കും വേഗം ട്രിപ്പൊക്കെ ഇട്ടു. അപ്പം BP നോക്കിയപ്പോൾ BP ഹൈ ആയിരുന്നു. കാലുമ്പോൾ രണ്ടും നീര് പറഞ്ഞിട്ട് കാലും സാധാരണ ഉണ്ടാവാറുണ്ട്. ഈ ടൈമിൽ എല്ലാവരെയും കാലുമ്പോൾ ഉണ്ടാകുമ്പോൾ എൻ്റെ കാലിൽ നീരുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് BP കൂടി, ഉണ്ണി അങ്ങനെയില്ല, ആകതായി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ വേണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എൻ്റെ കൂടെ എൻ്റെ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഹോസ്പിറ്റലിൽ. ഹസ്ബൻഡ് എന്താ പറയുക, രാവിലെ വന്നിട്ട് വൈകിട്ട് പോവുക, അങ്ങനെയായിരുന്നു. 2 ദിവസം അങ്ങനെ ചെയ്തു. 3-ാമത്തെ ദിവസം ആരുമില്ല. രാവിലെ ഒരു 7 മണി കഴിഞ്ഞാൽ അമ്മ വേഗം ഏട്ടനെ വിളിച്ചു വരുത്തി. ഏട്ടൻ വന്നു. അപ്പോൾ ഏട്ടൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു ഓപ്പറേഷൻ വേണം, ഇങ്ങനെ പ്രശ്നമുണ്ട് എന്നൊക്കെ പറഞ്ഞു. പിന്നെ അവിടുന്ന് ഏട്ടൻ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും BP നോർമലായി. ഉണ്ണി അനക്കൊക്കെ തുടങ്ങി. ട്രിപ്പ് കയറി കഴിഞ്ഞപ്പോൾ അനങ്ങനൊക്കെ തുടങ്ങി, കുഴപ്പമില്ല, നോർമലായി. പക്ഷെ ഡോക്ടർ പറഞ്ഞു, അനസ്തീഷ്യ ഡോക്ടർ ഞായറാഴ്ച ലീവാണ്, അപ്പോൾ വലിയ കോംപ്ലിക്കേഷൻസ് വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുക, കാരണം ഓപ്പറേഷൻ നടത്താൻ പറഞ്ഞു. അപ്പോൾ ഏട്ടനെ കൂടിയിട്ട് എല്ലാവരും കൂട്ടി പറഞ്ഞു ഓപ്പറേഷൻ വേണ്ട, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലെങ്കിൽ തിങ്കളാഴ്ച തന്നെ മരുന്ന് വെച്ചിട്ട് നോക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ തിങ്കളാഴ്ച വരെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല, ഓക്കെ ആയിരുന്നു. തിങ്കളാഴ്ച അങ്ങനെ ഉച്ചരിഞ്ഞിട്ട് വയറ് കഴുകാനുള്ള മരുന്ന് വന്നു. ഉച്ചരിഞ്ഞൊരു 7 മണി മറ്റേ എനിക്കതിനെന്താ പറയുന്നത് എനിക്കറിയില്ല. ഒരു സാധനം അത് നമ്മുടെ യൂട്രസിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് കാലിൻ്റെ മുകളിൽ കിട്ടും. അതിനുള്ള വെള്ളം ഇങ്ങനെ ചുറ്റിച്ചാണ് എന്താ സാധനം ചോദിച്ചിട്ട് അറിയില്ല, എനിക്ക് എൻ്റെ പേരറിയില്ല. അപ്പം അങ്ങനെ അത് ചെയ്തത് വെച്ചാൽ യൂട്രസ് വലിപ്പം വെച്ചിട്ട് പ്രസവിക്കാനോ അങ്ങനെ എന്തോ പറയും, എനിക്ക് അറിയില്ല. അപ്പോൾ അങ്ങനെ അത് ചെയ്തു. സാധനം വേഗം ഊരിപ്പോന്നു കേട്ടോ. 1 മണിക്കൂർ ആകുമ്പോഴേക്കും നന്നായി നടക്കാൻ പറയും വെച്ചിട്ട്. അത് നടന്നു കഴിഞ്ഞപ്പോഴേക്കും ആ സാധനം ഊരിച്ചാടി. അങ്ങനെ ഉച്ച കഴിഞ്ഞിട്ടാണ് സാധനം വെച്ചത്. അപ്പം അങ്ങനെ പോയി. അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 7 മണിക്കായപ്പോൾ ചായ കുടിക്കാൻ ഞാൻ ചായ കുടിക്കായിരുന്നു. എനിക്ക് വയറിങ്ങനെ ബാത്റൂം പോകാൻ തോന്നി. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു വയറ് കഴിഞ്ഞതിന് ശേഷം ബാത്റൂം പോകാൻ തോന്നുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരണം കേട്ടോ, ഇവിടെ വന്ന് പറയണം കേട്ടോ പറഞ്ഞു. അപ്പം അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറി, ലേബർ റൂമിൻ്റെ ഉള്ളിൽ കയറി. അപ്പോൾ ഡോക്ടർ PV നോക്കി. അപ്പോൾ എത്രയോ സെൻറ്റിമീറ്റർ ആയി ഉണ്ണി, ഡെലിവറി ഓവറായി. അങ്ങനെ അപ്പോഴേക്കും ചെറുതായിട്ട് തണ്ടൽ വേദന, പിരിച്ചാകുമ്പോൾ തണ്ടൽ വേദന വരില്ലേ, അതുപോലെ തണ്ടൽ വേദന വരിക പോവുക. അത് ഗ്യാപ്പിട്ടിട്ടാണ് കേട്ടോ, ഒരുമിച്ചല്ല, ഗ്യാപ്പിട്ട് കുറച്ച് നേരം വന്നു കഴിഞ്ഞാൽ പിന്നില്ല, ഇനി കുറേ കഴിഞ്ഞ് വരും പിന്നില്ല. അങ്ങനെ കുറേ നേരം അങ്ങനെ കിടന്ന് വേദന വരിക പോവുക. ഞാനാണെങ്കിൽ അവിടെ കിടന്ന് അച്ഛനെ അമ്മേനെ വിളിക്കാത്ത ആൾക്കാരില്ല.
എൻ്റെ ഫസ്റ്റ് ഡെലിവറിയാണ്. അത് കാരണമുള്ള പേടിയും ടെൻഷനും എല്ലാം ഉണ്ട്. അപ്പം അങ്ങനെ വിളിക്കാത്ത ദൈവങ്ങളില്ലേ. അങ്ങനെ അങ്ങനെ ഒരു 8 മണി പകുതി ആയപ്പോൾ ഒരു 8 മണി ഡെലിവറി ടൈം ആയിപ്പിക്കും. 2 കയ്യിൽ ട്രിപ്പുണ്ട്. ബോധമില്ലാത്ത പോലെ, കാരണം അത്രയും നേരം ചീറി നിലവിളിച്ച് അങ്ങനെയൊക്കെ ആയിട്ട് എന്താ പറയുക, ആ ഡെലിവറി ടൈം ആയപ്പോഴേക്കും വേദന വരുമ്പോഴേക്ക് പിന്നെ ഞാൻ ആകെ ബോഡി തളർന്നു, എനിക്ക് ക്ഷീണമായി. അങ്ങനെ ആയി. പിന്നെ 9:42 എൻ്റെ ഡെലിവറി കഴിഞ്ഞു. അങ്ങനെ അലറി പൊളിച്ച് ഒക്കെ ആയിട്ട് എനിക്ക് ഡെലിവറി കഴിഞ്ഞിട്ട് ബ്ലീഡിങ് ഉണ്ടായിരുന്നു കേട്ടോ. ബ്ലീഡിങ് നല്ല രീതിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ വേഗം പിന്നെ ട്രിപ്പായിരുന്നു എനിക്ക്. പിന്നെ ട്രിപ്പിട്ടു. അങ്ങനെ ട്രിപ്പൊക്കെ ഇട്ടു. അവിടുന്ന് ട്രിപ്പിട്ടു. ഉണ്ണീനെ ഡെലിവറി കഴിഞ്ഞ് ഉണ്ണീനെ തുടച്ച് വൃത്തിയാക്കിയിട്ട് അവർ കാണിച്ചു തന്നു. ഉണ്ണീനെ കാണിച്ചു തന്നു. എന്നിട്ടാണ് പുറത്തേക്ക് കൊണ്ടുപോയത്. നല്ല വെളിച്ചെന്തേലും കുട്ടിയായിരുന്നു. വിളിച്ച് ഞാൻ വർക്കത്തില്ലേ, അപ്പം ഉണ്ണി വിളിച്ചിട്ട് കുട്ടി മാറി അങ്ങനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ പുറത്തേക്ക് ഉണ്ണീനെ കൊണ്ടുപോയി. പക്ഷേ എനിക്ക് ബ്ലീഡിങ് ഉള്ള കാരണം എന്നെ പുറത്തേക്ക് കൊണ്ടുപോയില്ല. ഞാൻ ഒരു പുലർച്ചെ 5 മണി വരെ ഞാൻ ലേബർ റൂമിൽ തന്നെയായിരുന്നു. പക്ഷെ എൻ്റെ അപ്പം ഡെലിവറി കഴിഞ്ഞ് പറയുന്നത് അപ്പം തന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും അവർ വാർഡിലേക്ക് വിട്ടു. ഞാൻ അതിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു. അങ്ങനെ ഞാൻ ഇപ്പോൾ പ്രസവിക്കാൻ പോകാനടുത്ത് ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ വീഡിയോ കാണുന്നവരടുത്ത് ഒരു പേടിയും പേടിക്കണ്ട. എന്തായാലും വേദന സഹിക്കണം. പിന്നെ കരഞ്ഞിട്ടും വിളിച്ചിട്ട് എന്തെങ്കിലും ചെയ്തിട്ട് എന്താ കാര്യം, പിന്നെ എന്തായാലും പുറത്തേക്ക് എടുക്കണം. ഞാൻ ആ ചേർന്ന കൂട്ടത്തിൽ ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് ഓപ്പറേഷൻ മതി, എനിക്ക് വേദന സഹിക്കാൻ പറ്റില്ലേ പറഞ്ഞിട്ടായിരുന്നു ഞാൻ കരയുണ്ടായിരുന്നത്. പക്ഷേ ഒരു കാര്യം പറയട്ടെ, ഓപ്പറേഷൻ കഴിഞ്ഞ് ഞാൻ അതിലെത്തുന്നു. വാർഡിൻ്റെ അപ്പുറത്ത് കുറേ പേര്, ഞങ്ങളുടെ ബെഡിൻ്റെ അപ്പുറത്താണ് ഓപ്പറേഷൻ കഴിഞ്ഞവരെ കൊടുന്ന് കിടത്തുക. ഒന്ന് കഴിക്കാനോ ഉണ്ണീനെ എണീറ്റിരുന്ന് ഫീഡ് ചെയ്യാൻ പോലും പറ്റാത്തൊരവസ്ഥ. പിന്നെ ആ വേദന ജീവിതകാലം മുഴുവൻ സഹിക്കണം. അതിനേക്കാളും നല്ലതല്ലേ നമ്മൾ പറ്റണ പോലെ നമ്മൾ അത്യാവശ്യം വീട്ടിൽ പണികളും എടുത്ത് മിറ്റടിച്ച് വരും. അതൊക്കെ പഴയ